പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം. ഒരു മനുഷ്യൻ താന് വിവാഹം ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ആരംഭിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് ഇവർ വ്യാകുലപ്പെട്ട് ഈ കുഞ്ഞിനെ നല്ല നിലയിൽ പഠിപ്പിക്കണം, ഒരു ഉന്നത നിലയിൽ കുഞ്ഞിനെ എത്തിക്കണം എന്നാഗ്രഹിച്ച് താൻ വിദേശത്തേക്ക് ജോലിക്കായി കടന്നുപോയി. ഇത് വെറും ഒരു കഥയല്ല, ഒരു നടന്ന സംഭവമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ദീർഘവർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തു, പണം സമ്പാദിച്ചു. എന്നാൽ ഈ മകൻ +2 വരെ അവൻ നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്തു. അവനെ വിദേശത്തൊക്കെ അയച്ച് പഠിപ്പിക്കണമെന്നൊക്കെ ഈ പിതാവ് ആഗ്രഹിച്ചു. എന്നാൽ ഈ മകന് മിലിട്ടറി ചേരണമെന്നുള്ള ആഗ്രഹപ്രകാരം പിതാവിൻ്റെ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ +2 കഴിഞ്ഞപ്പോൾ മിലിട്ടറിയിൽ പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് അവൻ മിലിട്ടറി ചേരുവാനിടയായി. ഇന്ന് അവനൊരു പട്ടാളക്കാരനായി ജീവിക്കും. എന്നാൽ ഈ പിതാവ് ദീർഘവർഷങ്ങൾ ഈ മകനെക്കുറിച്ചുള്ള ചിന്തയിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുവാനിടയായി. നമ്മൾ ജോലി ചെയ്യണം, സമ്പാദിക്കണം, ഭവനത്തെ കരുതണം, കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഒരു പരിധി വിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാകുലരാകരുത്. നമുക്ക് നഷ്ടപ്പെടുന്ന സമയങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്ന ജീവിതം അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അതുകൊണ്ട് ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ ഭാവി ദൈവം അനുഗ്രഹിക്കും. അവരെ ദൈവം കരുതുവാനിടയായിത്തീരും. അതിനായി കർത്താവിൽ ആശ്രയിക്കുക, ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.